KPCC അധ്യക്ഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂലങ്കഷമായ ചർച്ച അങ്ങ് ഡൽഹി നടക്കുന്നു, തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ നാട്ടിൽ കുറച്ച് അടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണോ? നമ്മളെ സംബന്ധിച്ച് ഒരു ശരാശരി KPCC അധ്യക്ഷൻ ഇല്ല എന്നുള്ളതാണോ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ? അയ്യോ അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിൽ നമുക്കൊരു വിലയുള്ളൂ. കാരണം കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന വിഷയങ്ങളിലൊക്കെയാണ്. ഇപ്പം രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരുപാട് വിഷയങ്ങൾ വേറെ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. ഇതാ ഇപ്പോൾ K-ഫോൺ, ഇനിയിപ്പോൾ K-ഫോണിൽ നമ്മുടെ സ്കൂളുകൾ ഇനിയിപ്പോൾ കാശ് കൊടുത്താലേ അവർക്ക് സേവനം ലഭിക്കൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോയി. ഇതൊക്കെ സൗജന്യമായിട്ട് സർക്കാർ സ്കൂളുകൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ സർക്കാർ. പവർ കട്ട് അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം അർജന്റീന തോറ്റതോ സ്പെയിൻ ജയിച്ചതോ ഒന്നും അല്ല നമ്മുടെ വിഷയം. നമുക്ക് ആ കളി കാണാൻ കറണ്ട് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ സംശയം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിരവധി അനവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ 10,000 കോടിയുടെ ഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്പനി വരുന്നു, ടാറ്റയുടെ നേതൃത്വത്തിൽ വരുമെന്ന് പറഞ്ഞ ഒരാളാണ്. എന്നിട്ട് വരുമോ? വരില്ല എന്ന് ടാറ്റ തന്നെ അഡമൻ്റായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. അപ്പം നിലവിൽ ഇതൊക്കെയാണ് നമ്മളെ പിടിച്ചുലയ്ക്കുന്ന നിരവധിയായ വിഷയങ്ങൾ. അപ്പോൾ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക അത് അവരുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ KPCC അധ്യക്ഷൻ ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനത അങ്ങ് നശിച്ചു പോകും, അങ്ങനൊന്നും ചിന്തിക്കരുത്. പിന്നെ സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദറിൽ അവിടെ സമരം കിടക്കുകയാണ്. അത് നിരാഹാര സമരത്തിലാണ് അദ്ദേഹം. ഈ സോനം വാങ്ചുക്കിനെ കാണാനായിട്ട് ആരെങ്കിലും ഇവിടുന്ന് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ നമുക്കറിയാവുന്ന നീറ്റ് പരീക്ഷ നീറ്റായിട്ടല്ല നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിലടക്കം പരീക്ഷയ്ക്ക് സമയത്ത് ടെലഗ്രാം ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലടക്കം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സോനം വാങ്ചുക്കിനെ പോലുള്ള ആളുകൾ ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിട്ട് കണ്ടിട്ടില്ല. ആ സമരവേദിയിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും ചെയ്യേണ്ട ജനാധിപത്യപരമായ പല കാര്യങ്ങളിലും കോൺഗ്രസ് ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന വലിയൊരു കടമ്പ നടക്കാൻ പോകുന്നത്. അതാണ് രസം. ഇതൊരു കടമ്പയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് നേതാക്കന്മാർ, ഇപ്പം ഇങ്ങേ അറ്റത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് MP വരെ ഉള്ള, എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ കൊടിക്കുന്നിൽ സുരേഷ് MP വരെയുള്ള ആൾക്കാർ ഈ തനിക്ക് ഇവിടേക്ക് എത്തണം, ഹൈബി ഈഡനുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ അവർക്കിപ്പോൾ KPCC അധ്യക്ഷനാവണമെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഷാഫി പറമ്പിൽ ഇപ്പോൾ നിലവിൽ ഉപാധ്യക്ഷനാണ്. ഇനി അദ്ദേഹം പിന്നെ ഇദ്ദേഹവുമായി ചേർന്നിട്ട് KC വേണുഗോപാലായിട്ട് ചേർന്നിട്ട് ചരട് വലി നടത്തുമോ എന്നറിയാൻ വയ്യാത്ത സാഹചര്യമുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു KPCC അധ്യക്ഷ സ്ഥാന നിർണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീറാമുട്ടിയാണ്. ഇതിൽ എങ്ങനെ അത് നിർണ്ണയിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നോക്കിക്കോളൂ, രാത്രിയിൽ പിന്നെ നമ്മുടെ ഇദ്ദേഹം പിന്നെ പോകുന്നുണ്ട്, ഇദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയെയും വിളിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അവിടേക്ക് പോയിട്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യാനാണ്? ശരിക്കും മുഖ്യമന്ത്രി അവിടെ പോയിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാം? മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ആരാണ് യോഗ്യൻ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം അതിനകത്തിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ OJ ജനീഷാണ്. അതേ ഇപ്പം മന്ത്രിയാണ് OJ ജനീഷ്. എന്തുകൊണ്ട് മന്ത്രിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലിന്റെ പിന്നെ പിന്മുറക്കാരനായതുകൊണ്ട് KC വേണുഗോപാലിന്റെ കാല് താങ്ങി നടക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനവും കിട്ടി. ഇപ്പം ദാ മന്ത്രിയായി, യുവജനകാര്യവും സ്പോർട്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന മന്ത്രിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് പിന്നെ അലോഷ്യസ് സേവിയർ എന്ന് പറയുന്ന ആൾ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പം OJ ജനീഷായി, അലോഷ്യസ് സേവിയറായി. ഇനിയിപ്പോൾ ഈ പറയുന്ന അലോഷ്യസ് സേവിയറിനെ പിന്നെ ആരുടെ പങ്കാളിയാണെന്ന് ചോദിച്ചാൽ KC വേണുഗോപാലിന്റെ പങ്കാളിയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന ആള് തന്നെ, അതായത് അലോഷ്യസ് സേവിയർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ രാജിയിലേക്ക് പോകുമെന്നുള്ള വിവരവും കൂടി ഈ പറയുന്ന അലോഷ്യസ് സേവിയർ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഉദ്യമത്തിൽ നിന്നും അലോഷ്യസ് സേവിയറിനെ പിന്തിരിപ്പിച്ച ആരെന്നറിയില്ലേ?
അത് KC വേണുഗോപാലാണ് പിന്തിരിപ്പിച്ചത്. അവൻ ഇതിനേക്കാൾ നല്ലൊരു ഓഫർ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ അലോഷ്യസ് സേവ്യർ, അപ്പോൾ നമ്മൾ ആലോചിച്ച് യൂത്ത് കോൺഗ്രസ്സിൽ KC വേണുഗോപാലിന്റെ പിടിയായി, പിന്നെ ഈ പറയുന്ന KSUവിനകത്തും പിന്നെ ഈ നമ്മുടെ KC വേണുഗോപാലിന്റെ ആളായി. ഇനി മന്ത്രിസഭയിൽ ഇപ്പം പ്രവീൺ കുമാർ ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ ഇവിടുത്തെ കോഴിക്കോട് DCC പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, പ്രവീൺ കുമാർ പറഞ്ഞ എന്താ, 64 പേരും ആരുടെ MLA മാരാണ്, KC വേണുഗോപാൽ. 64 MLA മാരെ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആകപ്പാടെ 102 സീറ്റാണ് ഉള്ളത്. ആ 102 സീറ്റിനകത്ത് ഏകദേശം 64 പേര് KC വേണുഗോപാലിന്റെ ആയിട്ടുണ്ട്. കുറച്ച് പേര് VD സതീശന്റേതായിട്ടും കുറച്ച് പേര് രമേശ് ചെന്നിത്തലയുടെ ആയിട്ടും. അബിൻ വർക്കി രമേശ് ചെന്നിത്തലയുടെ ആളാണ്. അപ്പം അങ്ങനെ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴും ഭൂരിപക്ഷം നിൽക്കുന്ന ആരാണ്, KC വേണുഗോപാൽ തന്നെയാണ്. ആൾക്കാരാണ് KC വേണു. മന്ത്രിമാരെ എടുത്ത് നോക്കിക്കോളൂ, KC വേണുഗോപാലിന്റെ ആൾക്കാരാണ്. ഇവിടെ നമുക്കറിയാം ആരെ മുഖ്യമന്ത്രി ആക്കണം എന്നും പറഞ്ഞുകൊണ്ട് MLA മാരെ പ്രത്യേകം നമ്മുടെ ഡൽഹിയിൽ നിന്ന് വന്ന കുറെ നിരീക്ഷകന്മാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നിരീക്ഷകന്മാര് പേപ്പറിനകത്ത് എഴുതി കൊടുത്തതിനകത്തെല്ലാം KC വേണുഗോപാലാണ്. അപ്പൊ KC വേണുഗോപാലിന്റെ പേരെഴുതി കൊടുത്തിട്ടുള്ള MLA മാരെല്ലാം KC വേണുഗോപാലിന്റെ അനുഭാവികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം യൂത്ത് കോൺഗ്രസ്സിൽ KC വേണുഗോപാലായി, ഈ കേസ് പിന്നെ KSUവിനകത്ത് ഇയാളായി, എന്താ പറയാ, KC വേണുഗോപാലിന്റെ ആളായി, അലോഷ്യസ് ആയി. ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടായിരിക്കാം അലോഷ്യസ് സേവ്യറിനെ കാണാൻ നടക്കുന്ന ഇപ്പം നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടല്ലോ. കാരണം എന്താ, KC വേണുഗോപാൽ ഇതിനകത്തും കയറി ഭരിക്കാൻ നോക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇളക്കി വിട്ടതാണ് അതുകൊണ്ട് അലോഷ്യസോട് ഇനി സംസാരിക്കേണ്ട എന്നുള്ളൊരു തോന്നൽ. ഇതാണ് പിന്നെ ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത്. അപ്പൊ ഈ മുഖ്യമന്ത്രി അവിടേക്ക് പോയിട്ട് തീർച്ചയായിട്ടും തീരുമാനിക്കുന്നത് തനിക്ക് പാര വെക്കാനുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ചെല്ലും എന്തിനു വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു KPCCയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ചു സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന VD സതീശൻ അവിടെ വലിയ പ്രാധാന്യമൊന്നും ഈ KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ ഇല്ല. അപ്പോൾ വിളിച്ച് അന്വേഷിക്കുക, എടാ ആരെ വേണം, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വിളിപ്പിച്ചാണ്ട് വന്നിരുന്ന് കുറച്ചേരം ഇരുന്ന് ചർച്ചയൊക്കെ കേട്ടിട്ട് പൊക്കോ, വേണമെങ്കിൽ ചായ ഉണ്ട്, കേക്കും കിട്ടും, പൊയ്ക്കോളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇത് സ്വന്തമായി പണി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടി, സ്വന്തം കുഴി തോണ്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇപ്പം വിളിപ്പിച്ചുവെങ്കിൽ തന്നെ ഈ ഒരു KPCC അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ചരിത്രപരമായ മാറ്റം വരുമെന്ന്. ചരിത്രപരമായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഇതിനു മുമ്പ് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി കരുണാകരനെ വീഴ്ത്തിയത്, അതേപോലെ തന്നെ ഇവിടെ ഒരു നയം സ്വീകരിച്ചുകൊണ്ട്, അന്നും ചാരക്കേസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചാരക്കേസ് മറിയം റഷീദ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും ചേർത്തുകൊണ്ടാണ്, മാലിക്കാരിയായ ഒരു യുവതിയും ചേർത്തിട്ടാണ് ഇവിടെ ചാരക്കേസ് ഫോം ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു സ്ത്രീ കാരണമാണ് ഉമ്മൻചാണ്ടി വീഴുന്നത്, നമുക്കറിയാം. പിന്നെ ഈ പറയുന്ന ഇപ്പം ഈ പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറിയതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ട്രെൻഡ് സെറ്ററാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ, അതായത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയെ വീഴ്ത്താൻ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. അത് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ട്രെൻഡ് ഇനിയും ഇവിടെ ഏശത്തില്ല. കാര്യം ഓൾറെഡി ഒരു ട്രെൻഡ് വന്നിട്ട് ഒരാളുടെ പണി പോയതാണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ട്രെൻഡായി മാറി. അപ്പോൾ ആ ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ പറയുന്ന നമ്മുടെ സതീശനെ അങ്ങനെ ഒരു വാരിക്കുഴി ചാടിക്കാൻ പറ്റില്ല. പക്ഷെ ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്താൻ ഈ KC വേണുഗോപാൽ ഭയങ്കര തന്ത്രജ്ഞനാണ്. ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ കർണാടക രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KC വേണുഗോപാൽ ചെറുതല്ലാത്ത ആളാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും, ബുദ്ധിരാക്ഷസനാണ്. അപ്പോൾ ഇനി എന്താണ് KPCC അധ്യക്ഷനിലൂടെ നമ്മുടെ KC വേണുഗോപാൽ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്ന പുതിയൊരു ഐഡിയ എന്നുള്ള കാര്യം നമുക്കൊരു പിടിയില്ല. ഇപ്പൊ എന്തുതന്നെയാണെങ്കിലും VD സതീശനുള്ള പണിയാണ്, മുട്ടൻ പണിയാണ് KPCC അധ്യക്ഷന്റെ രൂപത്തിൽ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രം.